പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന കാരണക്കാരൻ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ജോയ് സാക്സ് സാറാണ്. ജോയ് സാക്സ് റേഡിയോ നെയ്തലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗീത ഗൈഡാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് തരത്തിൽ റേഡിയോ നെയ്തലിനെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ബഹുമാന്യനായ DYSPയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, മിസ്റ്റർ പ്രദീപ് വി. അദ്ദേഹവും നമ്മളോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. ജോയ് സാക്സ് സാറുണ്ട്. ഇവർ എല്ലാവരും ചേർന്ന് ഒരു സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഇവരുടെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് സാവധാനം കേൾക്കാം. പ്രോഗ്രാം ആരംഭിക്കുന്നത് ഞങ്ങളൊരു പ്രാർത്ഥനയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. എങ്കിലും ഒരു ഈശ്വര പ്രാർത്ഥന തന്നെ നടത്തിയിട്ട് ഇതിൻ്റെ ശരിയായ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള നദി എന്ന സിനിമയിലെ നിത്യവിശുദ്ധയാം എന്ന് തുടങ്ങുന്ന ഗാനാലാപനത്തോടു കൂടിയാണ്. നമുക്ക് ആദ്യമേ ഈ ഗാനം ബഹുമാന്യനായ DYSP സാറ് ഫ്ലൂട്ടിൽ വായിക്കുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈശ്വര പ്രാർത്ഥന ആയിരുന്നതുകൊണ്ട് കൈയടിക്കുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കൈയൊക്കെ അടിച്ചിട്ടാണ് ആദ്യത്തെ പാട്ടൊക്കെ പൂർണ്ണമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബഹുമാന്യനായ DYSP സാറ് നമ്മളോടൊപ്പമുണ്ട്. കൂട്ടത്തിൽ മിസ്റ്റർ ജോയി സാക്സ് ഉണ്ട്. ജോയി സാക്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരുപാട് പേരെ ഇത്തരം ഈ മേഖലയിലേക്ക് വളരെ നല്ല പരിശീലനമൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുള്ള ആളാണ്. ഞാൻ ജോയ് സാക്സ് സാറിൻ്റെ ഇതേപോലുള്ള പ്രോഗ്രാമുകളിൽ പലതിലും പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് സാറിൻ്റെ ശിഷ്യന്മാരെ ഒരുപാട് പേരെ എനിക്കറിയാം. ഏതായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രദീപ് സാർ എത്തിച്ചേർന്നുണ്ട്. നമുക്ക് പ്രദീപ് സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സാർ എവിടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? ഞാനിപ്പോൾ എറണാകുളം റേഞ്ച് DIG ഓഫീസിലാണ്. എറണാകുളം റേഞ്ച് DIG ഓഫീസിലാണ്. ഓക്കെ, സാറിന്റെ ശരിക്കുള്ള ഒരു ഒഫീഷ്യൽ പേരെന്താണ്? എന്ന് പറഞ്ഞാൽ ദൗത്യം? ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് എന്നാണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട്, അതാണ് ശരിക്കുള്ള ഒരു ഒഫീഷ്യൽ ദൗത്യം.
അത് എവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ ഈ പല പല സ്ഥലങ്ങളിലുണ്ടോ ഇത് പോലീസിലൊരു ടെക്നിക്കൽ വിങ് ആണ്. ടെക്നിക്കൽ വിങ് ടെക്നിക്കൽ ഓക്കെ വിങ് ആണ്. ഓക്കെ അത് ശരി. പോലീസിൽ നമുക്ക് ഡിവൈഎസ്പിമാരെല്ലാം റേഞ്ചുകളിലാണ് വർക്ക് റേഞ്ചുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ജില്ലയൊക്കെ ജില്ല ഉണ്ടാവും ആണ് ഈ വാഹനങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. കാര്യങ്ങൾ നോക്കേണ്ടത്. സാറിന് ഏതൊക്കെ ജില്ലകളാണ്? എനിക്കിപ്പോ ആലപ്പുഴയുണ്ട്, 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 ഗുഡ്. കോട്ടയമുണ്ട്, കോട്ടയമുണ്ട്. ഇടുക്കിയുണ്ട്. ഒരെണ്ണം ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ്. അത് ശരി. എറണാകുളം സിറ്റി റൂറൽ. സിറ്റി അത് നോക്കണം. പിന്നെ 2 ബറ്റാലിയൻ ഉണ്ട്, കുട്ടിക്കാനമുണ്ട്. കുട്ടിക്കാനം ഉണ്ടോ? കുട്ടിക്കാനമുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ KAP ഫസ്റ്റ് എറണാകുളം തന്നെ ഉള്ള ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദൗത്യമാണ്. അതിൻ്റെ ഇടയിൽ ഈ ഇതുപോലുള്ള കലാ അവതരണത്തിനും പരിശീലനത്തിനും ഒക്കെ സമയം കിട്ടുമോ? അത് കണ്ടെത്തുന്നതാണ്. നമുക്ക് സമയമുണ്ട്, നമ്മളത് കണ്ടെത്തിയാൽ മതി. ജോലി സമയം കഴിഞ്ഞതിന് ശേഷമാണ് അതെ അതെ വന്നിട്ട് ആണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ജോയി സാറിനെ പോലുള്ള അധ്യാപനം കിട്ടിയത് കൊണ്ട് അതെ 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 എനിക്കറിയാം ജോയ് സാറിനെ. എനിക്കറിയാം ജോയ് സാറ് ഒരുപാട് പേരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗവൺമെന്റ് സർവീസിലുള്ള ഒരുപാട് പേരെ പരിശീലിപ്പിച്ചതായിട്ട് എനിക്കറിയാം. അപ്പൊ അതിലൊക്കെ ഞാൻ വളരെ നല്ല ഒരു കാര്യമാണ്. മാത്രമല്ല നിങ്ങളെപ്പോലെ ഇത്രയും ഈ ടെൻഷൻ പിടിച്ചൊരു ജോലി ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടാവില്ല. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് മേഖലയിലാണെങ്കിലും ഒരു ടെൻഷൻ ഒരു പുറകിലുണ്ടാവും. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ ഇങ്ങനെ തലേ കയറി കിടക്കും. നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് കണ്ണും കാതും തുറന്ന് വളരെ ശ്രദ്ധയോടെ, കരുതലോടെ, ജാഗ്രതയോടെയൊക്കെ നടക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അതും പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് എപ്പോഴും ടെൻഷനൊക്കെ ആകുമ്പോൾ ഇപ്പൊ സാറ് ഇപ്പൊ ഫ്ലൂട്ടിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ നല്ലതാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇത്തിരി പാട്ടൊക്കെ പാടി അത് ഫ്ലൂട്ടൊക്കെ ഒന്ന് വായിച്ച് മനസ്സിനൊരാശ്വാസവും ഒക്കെ കിട്ടും. നല്ല കാര്യമാണ്. അപ്പോൾ അതിലേക്ക് സാറ് ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് ഇപ്പോൾ അവതരിപ്പിച്ചു. ഈ പാട്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമാ പാട്ടുകളും ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? സിനിമാ പാട്ടുകളും വായിക്കുന്നുണ്ട്. നമുക്കൊരു സിനിമാ പാട്ട് കേട്ടാലോ? ഓക്കെ. നമുക്ക് ഇപ്പോൾ ഒരു സിനിമാ പാട്ട് സാർ വായിക്കാൻ പോവുകയാണ്. അതിൽ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള പാട്ടാണ്. കളിത്തോഴൻ കളിത്തോഴൻ എന്ന സിനിമയിൽ മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി അങ്ങനെയല്ലേ? കളിത്തോഴൻ എന്ന സിനിമയില് മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇപ്പോൾ സാറ് ആലപിക്കാൻ പോകുന്നത്. ശ്രദ്ധാപൂർവ്വം കേൾക്കാം. വളരെ വളരെ സുന്ദരമായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജയചന്ദ്രൻ സാറിന്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പിന്നെ അതിനത്രയും ഒരുപാട് കരുത്തുള്ള ഒരു പാട്ടാണ്. അത് ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെ മനസ്സിന് നല്ലൊരു സുഖം കിട്ടുന്ന ഒരു പാട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാടാനൊക്കെ പറ്റുകയെന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. സാർ നമുക്ക് സാറിന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന്. സാറ് വിവാഹിതനാണ്. അച്ഛൻ അമ്മ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു വൈഫ്, മോൻ. വൈഫ് കോളേജ് പ്രൊഫസറാണ്. വൈഫിന്റെ പേര് ജ്യോതി കെ ദിവാകരൻ. മോൻ 10ാം ക്ലാസ് ഇപ്പൊ എഴുതിയിട്ട് നിൽക്കുന്നു. ഗുഡ്. റിസൾട്ട് വന്നിട്ടില്ല, വെയിറ്റ് ചെയ്തു. വൈഫ് ഏത് കോളേജിൽ പഠിപ്പിക്കുന്നു? വൈഫ് ഇപ്പോ ആലപ്പുഴ നഴ്സിംഗ് കോളേജിലായിരുന്നു. അവിടുന്ന്
പ്രൊമോഷനായി ആ. കോട്ടയം നഴ്സിംഗ് കോട്ടയം കോളേജിൽ നഴ്സിംഗ് കോളേജിലെ അതെ അതെ പ്രൊഫസറാണ്. അതെ അതെ ഓക്കെ, ഗുഡ്. കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ ആയി. ആണല്ലേ? ഇപ്പൊ ഇനി കോട്ടയത്തേക്ക് ഇനി പോകും. കോട്ടയത്തേക്ക് കോട്ടയം കോട്ടയം അവിടുത്തെ മെഡിക്കൽ കോളേജ് അല്ലാണോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ അകത്താണ് പ്രൊഫസർ. നഴ്സിംഗ് കോളേജ്. ഓക്കെ, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, പിള്ളേര് ഒരാള് ഒരാൾ 10ാം ക്ലാസ്, ഒരാളെ ഉള്ളൂ, പ്രണവ് പ്രദീപ്. പ്രണവ് പ്രദീപ്. അതെ. ഓക്കെ. സാർ ഇപ്പൊ എത്ര കാലമായി, എത്ര നാളായിട്ടുണ്ട് സർവീസിൽ കയറിയിട്ട്? ഞാനിപ്പോ 21 വർഷത്തോളമായി. 21 വർഷത്തോളം ആയിട്ടുണ്ട്. ഓക്കെ. പല സ്ഥലങ്ങളിലും ഒക്കെ പല വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളിൽ ഞാൻ ഇവിടെ ആയിരുന്നുണ്ടോ ആലപ്പുഴയില്? ആലപ്പുഴ ഇപ്പൊ ഈ റേഞ്ചിൽ വന്നപ്പോ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് SI ആയിരുന്നപ്പോ ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അത് കിട്ടിയില്ല. ഞാൻ കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് കൂടുതലും സർവീസ് ഉള്ളത്. അതെ, അതെ, ഹെഡ് ക്വാർട്ടേഴ്സിലും സിറ്റിയിലും ഒക്കെ ആയിട്ട് അവിടെയാണ് കൂടുതൽ. ഇപ്പൊ DYSP ആയതിനു ശേഷമാണ് ഇവിടെ വന്നത്. അത് ശരി. അപ്പോഴാണ് ജോയി ജോയ് സാറിനെ കണ്ടത്. സാറിനെ അല്ല, ഞാൻ അത് തന്നെ ശരിക്കും ചോദിക്കാൻ വേണം. സാറിന് എന്തുവാ, എങ്ങനെയാണ് ഈ സംഗീതത്തിലും അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കണോ എന്നൊക്കെ തോന്നാനുണ്ടായ ഒരു കാര്യം? ഞാൻ കോളേജിൽ കാഞ്ഞങ്ങാടാണ് പഠിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട്. പോളിടെക്നിക്കലിൽ പഠിച്ചിട്ടുള്ള സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ വൈകിട്ട് ഉള്ള സമയങ്ങളിൽ ഈ ഹോസ്റ്റലിന്റെ മുകളിൽ കയറി ഇരുന്നത് വായിക്കുമായിരുന്നു. ഇത് വായിക്കുക, അത് കണ്ടിട്ടുണ്ടല്ലേ, അപ്പൊ കേട്ടിട്ടുണ്ട്. അതെനിക്കൊരു വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ഇത് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഇതിങ്ങനെ മനസ്സിൽ കിടന്നു. അപ്പോഴാണ് അനുയോജ്യമായ ഒരു സമയവും ഒരാളെയും കിട്ടി. അത് നമ്മൾ പ്രയോജനപ്പെടുത്തി എന്ന് മാത്രമേ. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗുഡ്. അല്ല, ഇത് നല്ലതാണ്. പ്രത്യേകിച്ചും വേറെ ഇത്രയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഒരുപാട് പേര് അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഫ്ലൂട്ട് വായിക്കുന്നതിന് അതിൻ്റെതായ ഒരു സുഖമുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ല കാര്യമാണ്. അതെ, അതെ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്പമുണ്ട്, നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും. അങ്ങനെ ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്. ഈ സാർ ഏതെങ്കിലും ഈ ട്രൂപ്പുകളിലൊക്കെ അവതരിപ്പിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടില്ല. ഞാൻ ജോയി സാറിന്റെ ശിഷ്യനെന്ന നിലയിൽ എന്നെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു അവസരം തരുന്നതിന് വേണ്ടിയൊക്കെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അല്ല, മാത്രമല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ പോകണമെങ്കിൽ പ്രത്യേക പെർമിഷൻ ഒക്കെ വേണം. ഇങ്ങനത്തെ പോകണമെങ്കിൽ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് വേണം. അത് കാരണം നമ്മൾ അതിനായിട്ട് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ടല്ലോ, നമുക്കൊരു റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ദൈവാനുഗ്രഹിച്ച് ഒത്തിരി സമയവും ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇതൊക്കെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ലോ കോളേജിൽ പഠിച്ച ആളാണ്. അപ്പം ഞങ്ങളുടെ കൂടെ പ്രായമുള്ള കുറെ പേര് പഠിക്കാൻ വരുമായിരുന്നു. അപ്പൊ അവര് പലരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈവനിങ് ക്ലാസ്സിലൊക്കെ പോയിരുന്നു. അപ്പോഴ് അവരൊക്കെ പറയുന്നത്, ഞങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്യും, അതിനുവേണ്ടി വന്ന് അങ്ങനെ അതിനു വേണ്ടിയിട്ട് വരുന്നതാണ്. അല്ല, ഇങ്ങനെ ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ളവര് ലോ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത്, അവര് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് കേസുകൾ കിട്ടും. കാരണം അവർ അതുപോലെ ഒത്തിരി ക്ലയൻസുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. പോലീസിൽ തന്നെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ലോ എടുത്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതുപോലെ ഇപ്പോഴും വേറൊരു കാര്യം, പ്രത്യേകിച്ചും നമ്മൾ റിട്ടയർമെന്റ് ഈസ് എ ന്യൂ ബിഗിനിങ്. അങ്ങനെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ്. പുതിയൊരു മേഖലയിലേക്ക്, ഏതെങ്കിലും മേഖലയിൽ അത്തരത്തിൽ പലതരത്തിലും ഒക്കെ ആൾക്കാർ പ്രവേശിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ റിട്ടയർമെന്റ് കഴിഞ്ഞ് എല്ലാം തീർന്നു എന്നുള്ള ഒരു വിചാരം ഇപ്പൊ ഒരിടത്തും ഇല്ല. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതേപോലുള്ള, പ്രത്യേകിച്ചും മ്യൂസിക്കിൽ ഒരു താല്പര്യനാണെങ്കിൽ നമ്മൾ ആരുടെയും പുറകെ പോകണ്ട, ഒരു സ്ഥാപനത്തിന്റെയും പുറകെ വേണ്ട, നമുക്ക് തന്നെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി മ്യൂസിക് കമ്പോസിങ്ങിലും അതുപോലുള്ള പല കാര്യങ്ങളിലും ഒക്കെ നമുക്ക് വ്യാപൃതരാകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഗുണം ചെയ്യുന്നു. സാർ, നമുക്കൊരു പാട്ട് കൂടി കേട്ടാലോ? ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ഗാനാലാപനത്തിലേക്ക് കടക്കുകയാണ്. പി ലീല പാടിയ ഉജ്ജയിനിയിലെ ഗായിക എന്ന ഗാനം കേൾക്കാം. മനോഹരം.
വളരെ സുന്ദരമായിരിക്കുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇതാ ഇത്തരം പാട്ടുകളൊക്കെ നമുക്ക് ഫ്ലൂട്ടിലൂടെ കേൾക്കുമ്പോൾ സാധാരണ പാടി കേൾക്കുന്നതിനേക്കാളും സുഖമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെ അതെ, വളരെ സുന്ദരമാണ്. നമുക്കിനി സാറിന്റെ ഗുരുവിലേക്കൊന്ന് കിടക്കാം. ഈ ഗുരുവിനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് കരുതിയാണ്. അല്ല കുഴപ്പമില്ല. എന്നാലും അല്ല, ജോയ് സാറ് 2 വാക്ക് പറയണം. കാരണം ജോയ് സാറിലേക്കൊന്ന് നോക്കാം, ശ്രദ്ധിക്കാം. ജോയ് സാറ് പിന്നെ ഒരുപാട് പേരെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അക്കൂട്ടത്തിൽ ഒരുപക്ഷെ ജോയ് സാറിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിരിക്കും DYSP പ്രദീപ് സാറ്. സാറിന് അപ്പോൾ ഈ സാറിനെ പരിശീലിപ്പിക്കാനുള്ള അവസരവും ഇതെല്ലാം പഠിപ്പിക്കാനൊക്കെ ഉള്ള ആ അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഫ്ലൂട്ട് പഠിക്കണമെന്ന് എന്നോട് പറയുകയും ആ ഒരു ദിവസത്തെ കാണുകയും റിക്വസ്റ്റ് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ വരാം. അപ്പൊ ഞാനന്ന് ഒരു പാട്ട് പാടിച്ചു നോക്കി. ടേസ്റ്റ് ഉണ്ട് അറിയണമല്ലോ. അതെ 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 അതെ. അപ്പൊ പാടിച്ചു നോക്കി കൊള്ളാം. പാടുന്നുണ്ട്, താളം എല്ലാം ഒക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ ഇത്രയും തിരക്കിനിടെ അദ്ദേഹം ഒന്ന് പഠിക്കുന്ന എടുത്ത ആ ഒരു പരിശ്രമം അപ്പൊ എനിക്ക് അതിൽ അത്ഭുതം തോന്നി. ഇങ്ങനെ ആരും ഇത്രയൊക്കെ സ്ട്രെയിൻ ചെയ്യുവോ? അതെ അതെ അതെ. പഠിക്കാൻ പിടിക്കാനായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ശരി, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. കൊള്ളാം. എല്ലാം എഴുതി കൊടുക്കുന്ന ശബ്ദസ്വരങ്ങളും സോങ്സ് എല്ലാം എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പൊ അത് മുടങ്ങാതെ വരികയും ചെയ്യുന്നുണ്ട്. അവിടെ എന്റെ വീട്ടില് വണ്ടി ഓടിച്ച് കൃത്യമായിട്ട് വരികയും ചെയ്യും. ശരി, ഇതൊക്കെ ആ എഫേർട്ട് അല്ലേ, അത് വളരെ മാതൃകാപരമാണ് തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജോയ് സാർ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, പാടിച്ചു നോക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രുതിയും എല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, വളരെ സന്തോഷം. ഞാനൊരു ദിവസം പള്ളിയിൽ പാട്ട് പാടി. അപ്പോൾ ഉള്ള എൻ്റെ ഒരു ഓർമ്മയാണത്. അപ്പൊ ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ പാട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പാടാൻ പോവുകയാണ്, അതിൻ്റെ ഒരു റെസ്പോൺസ് നിങ്ങൾ പാടിക്കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എൻ്റെ പാട്ട് കേട്ടതിന് ശേഷം അവരെന്നോട് പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പാടിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പൊ ഈ നമ്മളൊരു ചെറിയ പാട്ടാണെങ്കിൽ പോലും പാടി കഴിയുമ്പോൾ കേൾക്കുന്നവർക്കറിയാം ഇയാൾക്ക് ഇത്തിരിയെങ്കിലും സംഗീത ബോധമുണ്ടോ. അപ്പൊ അതുകൊണ്ട് സാറിന് അതുണ്ട് എന്നുള്ളത് സാറിന്റെ ഗുരു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ നല്ല കാര്യം, തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് പാടാനൊക്കെ സാധിക്കുന്നത്. ഈ ഇപ്പോഴ് സാറിന് പുതിയ ഔദ്യോഗികമായിട്ട് പുതിയ എന്തെങ്കിലും പോസ്റ്റിംഗ് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? ഹയർ പോസ്റ്റിംഗ് എന്തെങ്കിലും? ഇനി 2 വർഷമാണ് എനിക്കുള്ളത് സർവീസ് 2 വർഷത്തേക്ക് ഉള്ളൂ. അതിനിടയിലൊന്നും ഉണ്ടാവില്ല, സാധ്യത ഇല്ല. കുറവാണ്. ശരി, അപ്പൊ ഈ പോസ്റ്റ് ഇത്തരത്തിൽ തന്നെ നമ്മൾ സംതൃപ്തരാണ്. അല്ല, അതറിയാം. നിങ്ങളെല്ലാവരും അതൊക്കെ സംതൃപ്തി ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ മേഖലകളിലൊക്കെ ഇടപെടുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ഇനി ഇപ്പൊ സാറ് കുറച്ച് പാട്ടുകളൊക്കെ പാടി പരിശീലിച്ച് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അവസരമൊക്കെ കിട്ടിയല്ലോ. അതില് സാറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരിക്കലും മറക്കാതെ ഞാൻ ആവർത്തിച്ച് പാടണം, വീണ്ടും വീണ്ടും എനിക്കത് പാടണമെന്ന് തോന്നിയ ഏതെങ്കിലും പാട്ടുണ്ടോ? പാട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഉജ്ജയിനിയിലെ പാടിയില്ലേ, അത് അങ്ങനത്തെ ആയിരുന്നു. അത് ജോയ് സാറ് പഠിപ്പിച്ച് വായിക്കുന്ന കേട്ടിട്ട് ഒരു വേദിയിൽ ഇങ്ങനെ പോയ ആൾക്കാർ തിരിച്ചു വന്നിരുന്നു. അത് ശരി. അപ്പൊ അതുകൊണ്ട് ആ പാട്ട് അപ്പൊ അത് നമുക്കൊന്ന് പഠിക്കണമെന്ന് തോന്നി. ആ ഒരു എക്സൈറ്റ്മെന്റും അത് അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഇതിപ്പോ ഇത്രയും ബുദ്ധിമുട്ടി പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെപ്പോലെ തന്നെ ഒരു എഫേർട്ട് ഇതിനകത്ത് സാറും എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമ്മൾക്കുണ്ടായ ഒരു റിസൾട്ട്. ഓക്കെ. അല്ല, അത് കൂടാതെ വേറെ ഏതെങ്കിലും പാട്ട് അതേപോലെ ഓർക്കുന്നുണ്ടോ? നല്ല എനിക്ക് വീണ്ടും വീണ്ടും പാടേണ്ടതാണ് എന്നൊക്കെ തോന്നുന്ന ഒരു കഥ. പ്ലീസ്, നമുക്കതൊന്ന് കേൾക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ആ ഒരു സിനിമയിലെ അതേ പാട്ട് ഔസേപ്പച്ചൻ സംഗീതം ചെയ്തിട്ടുള്ള അത് നമുക്കൊന്ന് ഇപ്പോൾ കേൾക്കാം.
ഗുഡ് ഗുഡ്. അപ്പൊ അത് ശരിക്കും നല്ലൊരു പാട്ട് തന്നെയാണ് കേട്ടോ. ഫ്ലൂട്ടിൽ നിന്നിട്ടല്ലേ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. വളരെ സന്തോഷം. നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുന്ന സമയത്ത് മനസ്സിന് നല്ലൊരു സുഖം കിട്ടുമായിരിക്കും അല്ലേ? മനസ്സിന് നല്ലൊരു പ്രത്യേകിച്ചും ഈ ടെൻഷനൊക്കെ പിടിക്കുന്ന ടെൻഷനൊക്കെ റിലീസിംഗ് ആണ്. വളരെ റിലാക്സ് ആകും. റിലാക്സ് ആവും ഈ പാട്ടൊക്കെ പാടി കഴിയുമ്പോൾ. അങ്ങനെ ഒരു ഗുണമുണ്ട് തീർച്ചയായിട്ടും. ഇതെല്ലാം ഈ ഫ്ലൂട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് സാർ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഫ്ലൂട്ട് അല്ലാതെ തബല പഠിക്കുന്നുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ. അത് ശരി. അതും സാറ് പറഞ്ഞിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. തബല പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ, ഈ ഫ്ലൂട്ടും തബലയും ഒക്കെ പഠിക്കുമ്പോ ഇത് രണ്ടിലും ഏതാണ് എളുപ്പമായിട്ട് തോന്നിയേക്കണത്? തബല ഇത്തിരി പാടായിരിക്കും അല്ലേ? തബല നമ്മളിപ്പോ തുടക്കം നമുക്ക് പാടാണ്. ഫ്ലൂട്ട് ഞാനിപ്പോ ഇത്ര ആയതുകൊണ്ട് ഈസി ആയിട്ട് തോന്നുന്നു. ഞാൻ എന്റെ ഒരു 48 വയസ്സ് 48 വയസ്സോളം ആയപ്പോഴാണ് ഈ ഫ്ലൂട്ട് പഠിക്കാൻ തുടങ്ങിയത്. അതെ അതെ, അത് വലിയൊരു കാര്യമാണ്. കാരണം ചെറുതിലേ പഠിച്ചാലേ എളുപ്പം പഠിക്കാൻ പറ്റത്തുള്ളൂ. അതെ. മോൻ വയലിൻ പഠിക്കുന്നുണ്ട്. കീബോർഡ് കുറച്ച് നാൾ പഠിച്ചതാണ്. പിന്നെ ഈ 10ാം ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് സാറിന്റെ ഒക്കെ തന്നെ കീബോർഡ് പഠിച്ചായിരുന്നു. വയലിൻ മകൻ വയലിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവസാനം ഒരു കുടുംബം ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്നത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ശരിക്കും എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് പുത്തനങ്ങാടിയിലാണ്. പുത്തനങ്ങാടി ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്, അതിന്റെ അടുത്താണ്. അടുത്ത് തന്നെയാണ്. നേരത്തെ താമസിച്ചിരുന്നത് മുട്ടത്തിപ്പറമ്പെന്ന് പറയും. അവിടുന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനിയും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം കൂടി പഠിച്ച് നല്ലൊരു കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇത് ഈ പാട്ടൊക്കെ ആയിട്ട് സുഖമായിട്ട് പോകാൻ പറ്റും, കുറഞ്ഞ ടെൻഷൻ ഫ്രീ. പിന്നെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞപ്പോ നമുക്കുള്ള കുറെ ഈ പറയുന്ന അനാവശ്യമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ദേഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിലീസ് ആവും. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു വേറൊരു കാര്യം സാർ ഇപ്പൊ ഇത് പറഞ്ഞോണ്ട് ചോദിക്കണേ, അതായത് ഈ സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ക്രിമിനൽസുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ലേ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനത്തെ പബ്ലിക് ഇന്ററാക്ഷൻ ഇല്ല. അങ്ങനെയില്ല. അത് ശരി. അത് ചോദിക്കാനുള്ള ഒരു കാരണം, ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആത്മഹത്യകള്, കൊലപാതകങ്ങള്, ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇനി ഈ ഞാനൊക്കെ പള്ളിക്കൂടത്തിൽ പണ്ട് സ്കൂൾ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ എന്ന് പറയുന്നത് ഒരു സമരമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുട്ടികൾ ശാന്തരായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും കോളേജ് അസ്വസ്ഥമായി തുടങ്ങി, വല്ലാണ്ട് അസ്വസ്ഥമായിരിക്കും. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ റീസെന്റ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ലഹരിയെക്കുറിച്ച്. ലഹരിയെക്കുറിച്ചാണ്, അതാണ് ഈ പ്രശ്നം. അപ്പൊ അതൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ കേരളം വല്ലാണ്ടാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ഒരു കുട്ടി ബന്ധപ്പെടുന്ന പറഞ്ഞാൽ വീടുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. ഈ കുട്ടികളെയൊക്കെ ഇതുപോലുള്ള ഏതെങ്കിലും ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അതാണ് കറക്റ്റ്. അതായത് ഇതേപോലെ കല, അതേപോലെ സ്പോർട്സ് മേഖലയിൽ താല്പര്യമുള്ള മേഖല കണ്ടെത്തി അവരതിലേക്ക് ഗൈഡ് ചെയ്താൽ, ഇപ്പൊ നല്ലവണ്ണം സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടി ഒരിക്കലും ക്രൈമിന് പോകില്ല. ഇതേപോലുള്ള ഒരു കാര്യത്തിൽ പിന്നെ അതുപോലെ കലാ പഠനം അതുമായി ബന്ധപ്പെട്ട് നിന്നാലും അവന് ക്രൈമിനെ കുറിച്ചൊരു ചിന്ത വരത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതേപോലെ ഏത് ആർട്ടും അങ്ങനെ ഉള്ള ഒരു കാര്യം കിട്ടും. ഇപ്പം ചില കുട്ടികൾ വളരെ ശരിക്കും അവരുടെ സ്വഭാവം കൊണ്ടും അവരുടെ സംസാരം കൊണ്ടും ചിലപ്പോഴെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു ക്രിമിനൽ ടെൻഡൻസി അവതരിപ്പിക്കും. അങ്ങനെ ഉണ്ടാവും കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വേറെ ഏതെങ്കിലും നല്ല പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ സംസാരം വീടുകളിൽ കുറഞ്ഞു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. വെരി കറക്റ്റ്, അത് കറക്റ്റ് ആണ്. അത് വലിയ പ്രശ്നമാണ്. നമ്മള് കുട്ടികളെ കേൾക്കുന്നില്ല. രക്ഷകർത്താക്കള് ജോലിയും തിരക്കുമായിട്ട് പോവുകയും, പക്ഷെ നമ്മൾ ഒരു സമയം കണ്ടെത്തി അവരെ കേൾക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും വേണം. എന്നാലേ നമുക്ക് ഈ അടുത്ത തലമുറയെ നമുക്ക് ഇതിലൊന്നും ഒരു മോചനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കറക്റ്റാണ്. ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ്, വിദേശ യാത്രയൊക്കെ ചെയ്യുന്ന ആൾ. അപ്പോൾ അയാൾ ഒരു പ്രാവശ്യം ഇവിടെ ആലപ്പുഴയിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾക്കറിയാം ഞാനൊരു വ്യവസായിയാണ്, വ്യവസായം സംബന്ധിച്ച് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്.
പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരൊറ്റ രാത്രി പോലും എൻ്റെ ഭാര്യയോടും മക്കളോടും സംസാരിക്കാതെ ഉറങ്ങിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് എവിടെയാണെങ്കിലും ജർമ്മനിയിലോ എവിടെ പോയാലും പുള്ളി അവിടെ നിന്ന് വിളിക്കും. ഇതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു തീരുമാനമാണ്. ഇപ്പൊ സാറ് പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ പല വീടുകളിലും സംസാരമില്ല. നമ്മള് പണ്ട് നേരത്തെ കാലത്തൊക്കെ നമ്മുടെ കൊച്ചുനാളിലൊക്കെയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് എല്ലാരും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, പ്രാർത്ഥന ചൊല്ലുന്നു. അതെല്ലാം ഒരുമിച്ചായിരുന്നു. ഇപ്പൊ വീടുകളിൽ പ്രാർത്ഥന ഇല്ല, ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലില്ല, പരസ്പരം കാണുന്നില്ല. എല്ലാം നമ്മൾ വാട്സാപ്പിലൂടെയും ചാറ്റിലൂടെയും ആയിട്ട് മാറ്റി. അപ്പൊ ഈ കുട്ടികൾക്ക് തന്നെ വൈകാരികത കുറഞ്ഞു. അവർക്ക് ഇൻസ്ട്രുമെന്റുമായിട്ടാണ് ബന്ധം. മൊബൈല്, ടെക്നോളജിയിൽ അവര് വിദഗ്ധരാണ്. പക്ഷെ ഈ വൈകാരികത എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കില്ല. അത് കുറഞ്ഞു. അത് ആത്മീയതയില്ല. ഇത് രണ്ടും കുറഞ്ഞപ്പോ അത് സമൂഹത്തിന് ഭയങ്കര ദോഷകരമായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ 7 മണിക്ക് എത്തിച്ചേരണം. അത് വളരെ അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യമാണ്. ഓരോരുത്തരും വരുന്നത് എപ്പോഴാണ്? 9-നും 10-നും ഒക്കെ വന്നു കഴിഞ്ഞാൽ വന്ന പാടെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും, കിടന്നുറങ്ങും. തമ്മിൽ കാണത്തു പോലും ഇല്ല. വെളുപ്പിനെ ഈ അണ്ണന്മാരെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. നോക്കൂ, അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇന്നലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ ഇതുപോലെ ബൈക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഇന്നലെ തന്നെ കണ്ടു. അതായത് ഇറങ്ങിപ്പോകുന്ന പറയുന്നത്, ഭീഷണിപ്പെടുത്തിയാണ് കാര്യങ്ങൾ നേടുന്നത്. അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. കാര്യങ്ങൾ മാറി. മാതാപിതാക്കൾ ഭയങ്കര ബുദ്ധിമുട്ടിലായി പോകും അങ്ങനെയൊക്കെ കുട്ടികൾ പറയാൻ തുടങ്ങിയാലേ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സംഗീതം അല്ലെങ്കിൽ ഇതേപോലുള്ള വാദ്യോപകരണങ്ങൾ വായിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു വലിയ മാറ്റം, സമാധാനപരമായ ഒരു ജീവിതത്തിനും സാംസ്കാരികമായ ഒരു വളർച്ചയ്ക്കും ഇത് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും. നമുക്കൊരു ഗാനം കൂടി ആലപിച്ചിട്ട് പൂർണ്ണമാക്കാം. അപ്പൊ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. ഏതാണ്ട് നമ്മുടെ ഈ ഒരു ഡയലോഗും സംഭാഷണങ്ങളും എല്ലാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗാനത്തോടെ പൂർണ്ണമാവുകയാണ്. സലിൽ ചൗധരിയുടെ ഒന്നാനാം കുന്നിന്മേൽ എന്ന ആ പാട്ട് ഒന്ന് പാടിക്കേൾക്കാം. തുടർന്ന് നമുക്കിതിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കാം. വളരെ സന്തോഷം. ഞാൻ സാധാരണ കേട്ടിരിക്കുന്നത് ഈ പോലീസുകാരെല്ലാം കഠിനഹൃദയരാണെന്നാണ്. പക്ഷെ സാറ് വളരെ മൃദുലഹൃദയനായ ഒരാളാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇത്രയേറെ ഒരു മനസ്സിൻ്റെ മൃദുലതയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മ്യൂസിക്കൊക്കെ പഠിക്കാനും അത് അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഏതായാലും സാറിൻ്റെ ജീവിതത്തിൽ ഇതും വളരെ വലിയ ഒരു ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിനെ പരിശീലിപ്പിച്ച ജോയ് സാക്സ് സാറിനും, സാർ ഇവിടെ വന്ന് റേഡിയോ നെയ്തലിന് വേണ്ടി ഇത്രയും സമയം ഈ ഒരു സംഭാഷണത്തിൽ പങ്കുചേരുകയും
ഞങ്ങൾക്ക് വേണ്ടി ഫ്ലൂട്ടിൽ ഈ പാട്ടുകളൊക്കെ പാടിത്തരികയൊക്കെ ചെയ്തതിന് റേഡിയോ നെയ്തലിൻ്റെ ശ്രോതാക്കളുടെ നാമത്തിൽ ആത്മാർത്ഥമായി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു പരിപാടി ഒരവസരം ഉണ്ടാക്കി തന്നത് എൻ്റെ ഗുരുവും ആയ ജോയി സാറാണ്. അത് വളരെ നാളായിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് ഈ ദിവസം എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്ന ഈ നെയ്തൽ റേഡിയോയുടെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഫാദർ സേവ്യർ കുര്യശ്ശേരി അവരോടും എൻ്റെ അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സാങ്കേതികമായി എന്നെ സഹായിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഞാൻ എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു.